ആരവിന് നല്ല പനി. ആരവിനോ? നല്ല പനിയുണ്ടല്ലോ. നീ മെഡിസിൻ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? കൊടുത്തു. ആരവേ, ആരവ്, എടാ ഹോസ്പിറ്റലിൽ പോണോ? നിങ്ങൾ എന്നെ എങ്ങനെ കൊണ്ടുപോകും? നിങ്ങൾ കുഴപ്പത്തിലാവും. അതൊന്നും നീ അറിയണ്ട. നീ വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും. വേണ്ടാനോ, കുറച്ച് കഴിയുമ്പോ പനി പൊയ്ക്കോളും. വൃന്ദേ, നീ പോയി കിടന്നോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. സാരമില്ലടി, എന്റെ പനി കുറയട്ടെ, അത് കഴിഞ്ഞിട്ട് കിടന്നോളാം. ഇതെന്താ ഇവന് പെട്ടെന്നൊരു പനി വന്നത്? നല്ല ചൂടുണ്ട്. ഒരു കാര്യം ചെയ്യാം. ഇത് നെറ്റിയിലിടാം. രാവിലെ തന്നെ എന്തൊരു ചൂടാ. അതിന്റെ കൂടെ കിച്ചണിലെ തീയും പോകയും. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം. ഇത് ഞാനിത് രാത്രി അമ്പിളിക്ക് കൊടുത്താണല്ലോ. ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? ആവശ്യം കഴിഞ്ഞപ്പോ അമ്പിളി ഇത് ഇവിടെ കൊണ്ടിട്ടുണ്ടാവും. അതോ എന്റെ ഉദ്ദേശം അമ്പിളിക്ക് മനസ്സിലായോ? അമ്പിളി അല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല. അമ്പിളി എന്തിനാ എന്റെ അനുവാദം ഇല്ലാതെ അകത്ത് കയറിയേ? അതറിയണല്ലോ. അമ്പിളിയോടെ ഒന്ന് നിന്നേ. നീ കുറച്ച് മര്യാദ ഒക്കെ കാണിക്കണം കേട്ടോ. ഞാനെന്ത് മര്യാദയുടെ കാണിച്ചത്? നിനക്കൊരു സാധനം തന്നാ അതെങ്ങനെയാണോ തിരിച്ചു തരുന്നത്? എന്ത് സാധനം? നിനക്ക് ആ കമ്പിളി പുതപ്പ് ഭംഗിയായി മടക്കിയല്ല ഞാൻ തന്നത്. അത് ഉപയോഗിച്ച ശേഷം ചുരുട്ടി കൂട്ടി എന്റെ മുറിയിലേക്ക് കൊണ്ട് എറിഞ്ഞിട്ട് പോയത് എന്ത് മര്യാദയാടി? ഞാനോ? എന്റെ മുറിയില് എന്റെ അനുവാദമില്ലാതെ നീ എന്തിനാ കയറിയത്? നിന്റെ മുറിയിൽ ഞാൻ വന്ന് കയറിയോ? മന്ദാകിനി എന്തായി പറയുന്നേ? ഇന്നലെ രാത്രി ഞാൻ നിനക്കെന്ന കമ്പിളി പുതപ്പില്ലേ, അതിന്റെ കാര്യമായി പറയണത്. മന്ദാകിനി, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. ഇന്നലെ രാത്രി നിങ്ങൾ എനിക്ക് പുതപ്പ് കൊണ്ടു തന്നത് നേരാ. എന്നിട്ട് ഞാൻ മേഡത്തിന്റെ റൂമിലേക്ക് പോയ തക്കം നോക്കി നിങ്ങളല്ലേ അത് എടുത്തോണ്ട് പോയത്. നിങ്ങൾ തന്നെ അത് കൊണ്ടും വന്നു, നിങ്ങൾ തന്നെ അത് എടുത്തോണ്ടും പോയി.
അങ്ങനെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ അതും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് വന്നത്? വെറുതെ ഓരോ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഓരോ കാരണം കൊണ്ട് വരും. ശ്ശോ, അപ്പൊ അമ്പിളിയല്ലേ ആ പുതപ്പ് മുറി കൊണ്ടുവച്ചത്? പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടല്ലോ. ഉഫ്, ആലോചിച്ചിട്ട് തലയ്ക്ക് വട്ടായി തുടങ്ങി. ഇന്നലെ രാത്രിയില് ഇവന് നല്ല കിടുങ്ങലും പനിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവൻ അവശനായി പോയേനെ. ഇവൻ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോ നിങ്ങൾ എന്താ ഞങ്ങളെ വിളിക്കാതിരുന്നേ? നിങ്ങളുടെയും കൂടി ഉറക്കം കളയണ്ടെന്ന് കരുതിയിട്ടാ വിളിക്കാതിരുന്നെ. എന്തായാലും നിങ്ങൾ ഞങ്ങളെ വിളിക്കേണ്ടതായിരുന്നു. ഇവന് വേണ്ടി ഉറക്കം ഒഴിഞ്ഞ് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? അത് സാരമില്ല, ഇവൻ നമുക്ക് കുറെ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതല്ലേ. ആരവേ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? പൂർണ്ണമായിട്ട് സുഖമില്ല, അല്ല ക്ഷീണമുണ്ട്. ഇന്ന് മോഴക്കുന്നിലേക്ക് പോകാതിരിക്കാനായി നീ പനിയും കിടങ്ങലും അഭിനയിക്കുന്നല്ലോ അല്ലേ? ഷൈനി, അക്കാര്യത്തിൽ നിനക്ക് സംശയം വേണ്ട. ഇവന് ശരിക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. കള്ളപ്പനി കണ്ട ഞങ്ങൾക്കറിയാലോ. ഇവന് സുഖമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മോഴക്കുന്നി പോവും? ഈ അവസ്ഥയില് ഇവനെ കൊണ്ട് മോഴക്കുന്നിലേക്ക് യാത്ര പോയാൽ അത് ശരിയാവില്ല. ഇവൻ ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇവന് സുഖമായിട്ട് നമുക്ക് പോവാം. എന്നെ എന്തിനാ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് അവിടെ പോണമെങ്കിൽ എന്നെ ഒഴിവാക്കി പോവാലോ. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. ആ സ്ഥലത്തേക്ക് വരാൻ നീ എന്തിനാ മടിക്കുന്നേ? അവിടെ നിന്ന് നിരീക്ഷിക്കാൻ പോലീസോ രുദ്രന്റെ ആളുകളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഓ, അതാണോ നിന്റെ പേടി? ആരോ, ഞങ്ങൾ കൂടെയുള്ളപ്പോ നിന്നെ ആരും വന്നു തൊടില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ ആരും പിടിച്ചോണ്ട് പോകുന്ന പേടിക്കേ വേണ്ട. ഞങ്ങൾ അതിന് സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ ഞങ്ങൾക്കൊപ്പം അവിടെ വന്നാ മാത്രമേ നിന്റെ അമ്മയെ തേടി കണ്ടെത്താനാവൂന്ന് എത്ര തവണ പറഞ്ഞു. മോഴക്കുന്നിലേക്ക് വരാതിരിക്കുന്നതിന് നീ പറഞ്ഞ കാരണങ്ങളൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അത് വിശ്വസിക്കാനും കഴിയില്ല. നീ ഞങ്ങൾക്കൊപ്പം മോഴക്കുന്നിലേക്ക് വന്നേ പറ്റൂ. ഈ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. മോഴക്കുന്നിലേക്ക് പുറപ്പെടുന്ന സമയമാവുമ്പോ നീ എവിടെയെങ്കിലും പോയി ഒളിച്ചേക്കല്ല. പറഞ്ഞത് കേട്ടല്ലോ, ഈ യാത്ര ഒഴിവാക്കാൻ പറ്റില്ല ആരവേ. ആരവേ, മോഴക്കുന്നിലേക്ക് വരുന്നതിന് നിനക്ക് ഞങ്ങളോട് പറയാൻ പാടില്ലാത്ത വേറെന്തെങ്കിലും കാര്യമുണ്ടോ? നീ വിഷമിക്കല്ലേ. നിനക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല. നിന്റെ അമ്മയെ കണ്ടെത്തുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യല്ലേ? മോഴക്കുന്നിലേക്ക് പോണം.